ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 5 വിശുദ്ധ ജോൺ നോയിമന്റെ തിരുനാൾ. ചെക്കോസ്ലോവാക്യയിൽ ദൈവഭക്തരായ മാതാപിതാക്കൾക്ക് ജനിച്ച ജോൺ നോയിമൻ അതിയായ ആഗ്രഹപ്രകാരം സ്വന്തം നാട്ടിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. എങ്കിലും ആവശ്യത്തിലധികം വൈദികർ ഉണ്ടെന്ന കാരണത്താൽ നോയിമന് അവിടത്തെ മെത്രാൻ വൈദിക പട്ടം നൽകിയില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച നോയിമൻ $1 ന്യൂയോർക്കിലെത്തി. കഥ കേട്ട് അവനോട് അലിവ് തോന്നിയ ഒരു വൈദികൻ ജോണിനെ മെത്രാപ്പോലീത്തായുടെ അടുക്കലേക്ക് ആനയിച്ചു. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി കണ്ട് അദ്ദേഹം അവനെ വൈദികനായി അഭിഷേകം ചെയ്തു. നയാഗ്ര പ്രദേശങ്ങളിൽ കാൽനടയായി യാത്ര ചെയ്ത് അവിടുത്തെ വിശ്വാസികൾക്ക് ആത്മീയ വീര്യം പകർന്നു നൽകി. ആ ത്യാഗനിർഭരമായ പ്രവൃത്തികളാൽ ഫാദർ ജോൺ നോയിമൻ ഡെൽഫിയയിലെ മെത്രാനായി. മെത്രാനായ ശേഷം നോയിമൻ കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും ക്രമപ്പെടുത്തി. അമേരിക്കയിൽ ആദ്യമായി 40 മണി ആരാധന ആരംഭിച്ചു. രോഗികളോട് അനുകമ്പയും ദരിദ്രരോട് വാത്സല്യവും പാപികളോട് സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന നോയിമൻ ഇടവകകൾ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൂഹങ്ങളാക്കി. ആത്മീയ ജോലികളിൽ മുഴുകിയിരുന്ന നോയിമൻ 1860 ഫിലാഡൽഫിയയിലെ റോഡിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് വീണ് വഴിയിൽ വച്ചു തന്നെ മരിക്കുകയും ചെയ്തു. അങ്ങനെ നോയിമൻ അമേരിക്കയിലെ പ്രഥമ വിശുദ്ധനായി. നിന്റെ അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ചാൽ നിനക്കും ഒരു വിശുദ്ധനാകാം എന്ന വിശുദ്ധന്റെ വാക്കുകൾ നമ്മുടെ അനുദിന ജീവിതത്തിലും കൃത്യതയോടെ അനുദിന കൃത്യങ്ങൾ നിർവഹിച്ച് ഞങ്ങളും ഒരു വിശുദ്ധനായി തീരാൻ വേണ്ടി വിശുദ്ധ ജോൺ നോയിമനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.